Welcome to another video lesson on professional business skill. Module 4 part 2 digital divide. What is digital divide? Digital divide refers to the gap between people who possess regular access to information technology and those who do not have this access. ഇൻഫർമേഷൻ ടെക്നോളജി റെഗുലറായി ആക്സസ് ചെയ്യുന്ന ആളുകളും അങ്ങനെ റെഗുലറായി ആക്സസ് ചെയ്യാൻ പറ്റാത്ത ആളുകളും തമ്മിലുള്ള ഒരു ഗ്യാപ്പിനെ അല്ലെങ്കിൽ ഡിഫറൻസിനെയാണ് നമ്മൾ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് വിളിക്കുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ അവിടെ കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, സ്മാർട്ട് ഫോൺ ഇങ്ങനെയുള്ള എല്ലാം വരാം. ഇപ്പൊ ഇത്തരം ടെക്നോളജികൾ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആളുകളും ആക്സസ് ചെയ്യാൻ പറ്റാത്ത ആളുകളും തമ്മിലുള്ള ഒരു ഗ്യാപ്പാണ് ഡിജിറ്റൽ ഡിവൈഡ്. It is the gap between people who use computers and internet and those who do not. കമ്പ്യൂട്ടറും ഇന്റർനെറ്റും വാങ്ങാൻ കഴിവുള്ള, അത് ഉപയോഗിക്കാൻ കഴിവുള്ള ആളുകളും അത് ഉപയോഗിക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ ആക്സസ് ഇല്ലാത്ത ആളുകളും തമ്മിലുള്ള ഒരു ഗ്യാപ്പാണത്. It is the inequalities among the people in the access of digital ടെക്നോളജീസ്. അപ്പോൾ ഈ ഡിജിറ്റൽ ടെക്നോളജീസ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആളുകളും അല്ലാത്ത ആളുകളും തമ്മിലുള്ള ഒരു അസമത്വം, ആ ഒരു ഇനീക്വാലിറ്റിയാണ് നമ്മൾ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് വിളിക്കുന്നത്. ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് യൂസ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ഇന്റർനെറ്റ്, ദ ഡിജിറ്റൽ ഡിവൈഡ് മേ ബി സ്മോളർ ഇൻ ഡെവലപ്ഡ് കൺട്രീസ്. ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഇത് ഒരുപാട് ഡിജിറ്റൽ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു, മുക്കിലും മൂലയിലും അത് എത്തിക്കഴിഞ്ഞു, അതിനുള്ള സൗകര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഡിജിറ്റൽ ഡിവൈഡ് ഡെവലപ്ഡ് കൺട്രീസിൽ പൊതുവെ കുറവാണ്. എന്നാൽ however the situation will be different in an അണ്ടർ ഡെവലപ്ഡ് ഓർ ഡെവലപ്പിംഗ് കൺട്രി. എന്നാൽ ഒരു അണ്ടർ ഡെവലപ്ഡ് കൺട്രി അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ ഈ ഡിജിറ്റൽ ഡിവൈഡിന്റെ സ്വാധീനം വലുതാണ്. Some of the education institutions are able to adapt technology, whereas some poorly funded schools and colleges may not be able to offer technology to their students. ഈ ഒരു ഡിജിറ്റൽ ഡിവൈഡ് ഫാമിലിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫാമിലിയിൽ ഇത്തരം സൗകര്യങ്ങൾ ഉള്ളവരും ഇല്ലാത്തവരും. അത് കഴിഞ്ഞാൽ പിന്നീട് അത് രൂക്ഷമാകുന്നത് സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ എത്തുമ്പോഴാണ്. പല ആളുകളും പല സ്കൂളുകളിലാണ്, അവൈലബിലിറ്റി അനുസരിച്ച് അവരുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ആക്സസ് ഉള്ള സ്കൂളുകളിലും കോളേജുകളിലാണ് എല്ലാവരും പഠിക്കുന്നത്. ചില സ്കൂളുകളിലും കോളേജുകളിലും വേണ്ടത്ര കമ്പ്യൂട്ടറുകൾ ഉണ്ടാവും, ഇന്റർനെറ്റ് ഉണ്ടാവും, അത് ഫ്രീ ആയിട്ട് കുട്ടിയെ കൊടുക്കുന്നുണ്ടാവും, കമ്പ്യൂട്ടർ കോഴ്സുകൾ ഉണ്ടാവും. എന്നാൽ മറ്റു ചില സ്കൂളുകളിൽ ഈ സൗകര്യങ്ങളൊന്നും ഉണ്ടാവുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ IT ആക്സസ് കിട്ടുമ്പോൾ മറ്റു ചില കുട്ടികൾക്ക് ഇത് കിട്ടാതെ വരുന്നു. So some people in the society get advantage over those who are technologically poor. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ ചില ആളുകൾക്ക് ടെക്നോളജിയുടെ അഡ്വാൻറ്റേജ് കിട്ടുന്നു, ചില ആളുകൾക്ക് അത് കിട്ടാതെ പോകുന്നു. It creates problems in accessing e-governance services, innovative financial services, etc. ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ഇപ്പൊ സർക്കാരിന്റെ സേവനങ്ങൾ ഗവേണൻസ് സർവീസിലൂടെ സർക്കാർ ഇലക്ട്രോണിക്കലായിട്ട് നൽകുന്നു. പക്ഷെ ഒരു വിഭാഗം അത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യും, മറ്റൊരു വിഭാഗത്തിന് ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ തന്നെ ബാങ്കിങ് സർവീസുകൾ ഉണ്ട്. ഇപ്പോൾ ഇലക്ട്രോണിക് ബാങ്കിങ് സർവീസുകൾ, മൊബൈൽ ബാങ്കിങ് സർവീസുകൾ, ഒരു വിഭാഗം അത് ഈസി ആയിട്ട് എൻജോയ് ചെയ്യുന്നു, മറ്റൊരു വിഭാഗം അത് ആക്സസ് ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നു. Digital divide keeps people in certain social groups based on their computer knowledge. കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് നോളജിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ IT സ്കിൽ ഉള്ളവരെന്നും ഇല്ലാത്തവരെന്നും വേർതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഡിജിറ്റൽ ഡിവൈഡ് നമ്മളെ എത്തിച്ചിരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്, ആസ്പെക്ട്സ് ഓഫ് ഡിജിറ്റൽ ഡിവൈഡ്. ഡിജിറ്റൽ ഡിവൈഡിന് 3 വശങ്ങളുണ്ട്. അവ ഏതെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ആക്സസ് ഓർ ആക്സസ് ഡിവൈഡ്. It is the gap between the people with access and those without access to ICT. Information and communication technology ആക്സസ് ഉള്ള ആളുകളും ആക്സസ് ഇല്ലാത്ത ആളുകളും തമ്മിലുള്ള ഒരു ഗ്യാപ്പാണ് ആക്സസ് ഡിവൈഡ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഒക്കെ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള ഒരു ഗ്യാപ്പ്. 4G ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ള മേഖലകളിലുള്ള ആളുകളും അത്തരം ഫെസിലിറ്റി അവൈലബിൾ അല്ലാത്ത ആളുകളും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എന്നിങ്ങനെ. Then second one, usage or use divide. It is the gap between people who know how to use technology and those who do not. ഇനി ആക്സസ് ഉള്ള ആളുകളിൽ തന്നെ അത് ഉപയോഗിക്കാൻ അറിയുന്നവരുണ്ടാവാം, അത് ഉപയോഗിക്കാൻ അറിയാത്തവരും ഉണ്ടാകാം. ഇവർ തമ്മിലുള്ള ഒരു ഗ്യാപ്പിനെയാണ് യൂസ് ഡിവൈഡ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പൊ സ്മാർട്ട് ഫോൺ ഉള്ളവരുണ്ടാവും, എന്നാൽ ഉള്ളവരിൽ തന്നെ അത് കൃത്യമായി ഉപയോഗിക്കാൻ അറിയുന്ന, അതിൽ ഇമെയിൽ, ഇന്റർനെറ്റ് ഒക്കെ ഉപയോഗിക്കാൻ അറിയുന്നവരും ഉപയോഗിക്കാൻ അറിയാത്തവരും ഉണ്ടാവും. അവർ തമ്മിലുള്ള ഗ്യാപ്പാണ് യൂസ് ഡിവൈഡ്. Then third one, usage quality or quality of use gap. It is the gap between people who are experts in ICT and others who are ordinary users. ഇനി ഉപയോഗിക്കുന്ന ആളുകളിൽ തന്നെ 2 വിഭാഗമുണ്ട്. ഒന്ന്, അത് ഉപയോഗിക്കുന്നതിൽ അങ്ങേയറ്റത്തെ വൈദഗ്ധ്യമുള്ള ആളുകളാണ്. മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം തട്ടിമുട്ടി കുറഞ്ഞ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിച്ച് പോകുന്ന ആളുകളാണ്. ഇങ്ങനെയുള്ള ആളുകൾ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ക്വാളിറ്റി ഓഫ് യൂസ് ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്. Then reasons for or factors contributing to digital divide.
ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ഡിജിറ്റൽ ഡിവൈഡിലേക്ക് നയിക്കുന്നത് എന്ന് നോക്കാം. First one, gender. Females have less access to IT in certain countries, religions, and races. It affect the principle of gender equality. ചില രാജ്യങ്ങളിൽ അതേപോലെ തന്നെ ചില മതങ്ങളിൽ അതേപോലെ ചില വർഗങ്ങളിൽ ഒക്കെ ഫീമെയിൽസിന് മെയിലിനേക്കാളും ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ആക്സസ് കുറവാണ് എന്ന് പല പഠനങ്ങളിലും പറയുന്നുണ്ട്. ഇറ്റ് അഫക്ട് ദ പ്രിൻസിപ്പിൾ ഓഫ് ജെൻഡർ ഇക്വാലിറ്റി. അപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ള പ്രിൻസിപ്പിളിന് എതിരാണ് ഇത്. Then income is the second one. The income gap plays a considerable role in magnifying the digital divide. High income earners are more likely to access IT and internet than low income earners. അപ്പോൾ ഇൻകം ഗ്യാപ്പ് ആണ് ഈ ഡിജിറ്റൽ ഡിവൈഡിലേക്ക് നയിക്കുന്ന മറ്റൊരു ഘടകം. നല്ല വരുമാനമുള്ള ആളുകൾക്ക് IT ആക്സസ് കൂടുതലാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ നല്ല വരുമാനമുള്ള ആളുകൾക്ക് ഈ ഡിജിറ്റൽ ടെക്നോളജീസ് വാങ്ങാനുള്ള കഴിവുണ്ടാവും. അവർക്ക് മൊബൈലും കമ്പ്യൂട്ടറും അതേപോലുള്ള ഡിവൈസുകളും വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി അവർക്കുണ്ടാവും. ഇന്റർനെറ്റ് റീചാർജ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി അവർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ അവര് കൂടുതൽ ഈ കാര്യത്തിൽ മികച്ചു നിൽക്കുന്നതായി പഠനങ്ങൾ പറയുന്നു. Then third one, availability of infrastructure. Some countries and areas are blessed with sufficient infrastructure to access IT, while the infrastructure is poor in some other areas. ചില ഏരിയകളിൽ ജീവിക്കുന്ന ആളുകൾക്ക് IT ഇൻഫ്രാസ്ട്രക്ചർ നല്ലവണ്ണം ലഭിക്കും, അതേസമയം മറ്റു ചില ഏരിയകൾ അത് കിട്ടുകയില്ല. ചില സ്ഥലങ്ങളിൽ 4G ഉം 5G ഒക്കെ ഉണ്ടാവും, ചില സ്ഥലങ്ങളിൽ 2G പോയിട്ട് റേഞ്ച് പോലും കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ അക്ഷയ അതേപോലുള്ള ഇന്റർനെറ്റ് കഫേകളൊക്കെ ഉണ്ടാവും, മറ്റു സ്ഥലങ്ങളിൽ അത് അവൈലബിൾ ആയിക്കൊള്ളണമെന്ന് ഇല്ല. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഈസ് ദ അനദർ റീസൺ. Next, cost of access. High cost of electronic devices, high cost of internet, etc. creates digital divide among low income groups and rural people. High cost of electronic device, computer, laptop, smartphone, ഇവയൊക്കെ വാങ്ങാനുള്ള ഉയർന്ന ചെലവ്, അതേപോലെ തന്നെ ഹൈ കോസ്റ്റ് ഓഫ് ഇന്റർനെറ്റ് ഒക്കെ റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ മാസവും റീചാർജ് ചെയ്യാനുള്ള ചെലവ്, ഇത് പലർക്കും താങ്ങാൻ പറ്റാത്തതാണ്. പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളും അതേപോലെ റൂറൽ ഏരിയയിലുള്ള ആളുകൾക്കും ഇതിന്റെ ചെലവ് താങ്ങാൻ പറ്റാത്തത് ഡിജിറ്റൽ ഡിവൈഡിലേക്ക് നയിക്കുന്നു. Then education is the another one. Illiteracy and low education levels are widening the digital inequality gap. Educated people may have more access to the full potential of the internet and computers. Education is the another factor. നല്ല വിദ്യാഭ്യാസം ലഭിച്ച ആളുകൾക്ക് കൂടുതൽ IT ആക്സസ് ഉണ്ടാവും, അതില്ലാത്തവർക്ക് IT ആക്സസ് കുറയുകയും ചെയ്യും. തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ വിദ്യാഭ്യാസം ഉള്ളവരെക്കാളും കൂടുതൽ IT ആക്സസ് ഉള്ളവരും ഉണ്ട്. ഈ പറയുന്നതിനെല്ലാം എന്തുണ്ട്, എക്സെപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് മറക്കരുത്. Then geographic location is the another one. People living in urban areas have access to a wide variety of technology and high speed internet while compared to rural people. അപ്പോൾ നമ്മൾ അർബൻ ഏരിയയും റൂറൽ ഏരിയയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, അർബൻ ഏരിയയിൽ ഇന്റർനെറ്റിന്റെ സ്പീഡ് കൂടുതലായിരിക്കും, അവിടെ ഫെസിലിറ്റീസ് കൂടുതലായിരിക്കും. അപ്പോൾ അർബൻ ഏരിയയിലുള്ള ആളുകൾക്ക് കൂടുതൽ ഫെസിലിറ്റീസ് കിട്ടുന്നു, അതേസമയം റൂറൽ ഏരിയയിലുള്ള ആളുകൾക്ക് IT ആക്സസ് കുറയുന്നു. അതും ഡിജിറ്റൽ ഡിവൈഡിന് കാരണം. Then computer illiteracy is the another one. Students who got computer education have an advantage over those who do not. ഇപ്പോൾ ഇന്ന് സ്കൂളുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ പല സ്കൂളുകളിലും ഇതിന്റെ അളവിൽ വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ചില സ്കൂളുകളിൽ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ഹൈ കമ്പ്യൂട്ടർ ലിറ്ററസി കിട്ടുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് കമ്പ്യൂട്ടറിന്റെ ബേസിക്സ് മാത്രമേ അറിയുന്നുള്ളൂ എന്നുള്ള സ്ഥിതിയുണ്ട്. ഇതും ഈ ഒരു ഡിജിറ്റൽ ഡിവൈഡിലേക്ക് നയിക്കുന്ന ഘടകമാണ്. Then age is the another one. Young people or digital natives feel more comfortable to use IT and internet while compared to older people or digital immigrants. നമുക്ക് പിന്നീട് പറയാം ഡിജിറ്റൽ നേറ്റീവ്സും ഡിജിറ്റൽ ഇമിഗ്രൻസും നമ്മൾ പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡിജിറ്റൽ ടെക്നോളജിയിൽ ജനിച്ചു വളർന്നിട്ടുള്ള യങ് പീപ്പിൾ അവർക്ക് ഓൾഡ് പീപ്പിളിനേക്കാളും കൂടുതൽ ഡിജിറ്റൽ ടെക്നോളജിയിൽ ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത് ഡിജിറ്റൽ ഡിവൈഡിന് കാരണമാവുന്നുണ്ട്. Then cultural and behavioral attitudes. Many people thought that IT and internet is harmful and therefore not essential. അതുപോലെ ഒരുപാട് ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്, എന്ത് IT അതേപോലെ ഇന്റർനെറ്റ് അതൊക്കെ ദോഷമാണ്, അതൊക്കെ സമൂഹത്തിന് ദോഷമാണ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതുകൊണ്ട് അവർ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. അത് ഡിജിറ്റൽ ഡിവൈഡിന് കാരണമാകുന്നു. Then family structure is the another one. People from different family background are different in IT access and usage. Families with children may have more IT access than families without children. അതുപോലെ പല ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്, അവരുടെയൊക്കെ IT ആക്സസ് ഡിഫറെന്റ് ആയിരിക്കും. കുട്ടികളുള്ള ഫാമിലിയിൽ IT ആക്സസ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യുക, ന്യൂ ജനറേഷനിലെ കുട്ടികളാണ്, അവർ IT ഉപയോഗിക്കാൻ പെട്ടെന്ന് പഠിക്കുകയും അവരുടെ രക്ഷിതാക്കൾ അത് ഉപയോഗിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ കുട്ടികളുള്ള ഫാമിലിയിൽ ഉള്ള ആളുകൾക്ക് കുട്ടികളില്ലാത്ത ഫാമിലിയിലുള്ള ആളുകളെക്കാളും പൊതുവെ IT ആക്സസ് കൂടുതലായിരിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്.
Next topic, impact or effects of digital divide on society. Digital divide സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. First one, economic inequality among people. Those who have access to modern technology can engage more economically productive activities. These people can achieve more economic progress while compared to others. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ആക്സസ് ഉള്ള അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ആക്സസ് ഉള്ള ആളുകൾക്ക് ഇന്ന് ഒരുപാട് അവസരങ്ങളുണ്ട്, ഒരുപാട് ജോലി അവസരങ്ങളുണ്ട്. ഇതെല്ലാം അവർക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നു. അവർ മെച്ചപ്പെട്ട പൊസിഷനുകളിൽ അവർ എത്തുന്നു, സാമ്പത്തികമായി അവർ മെച്ചപ്പെടുന്നു. ആക്സസ് ഇല്ലാത്ത ആളുകൾക്ക്, അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ നോളജ് കുറഞ്ഞ ആളുകൾക്ക് അവസരങ്ങളും കുറവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇക്കണോമിക് പ്രോഗ്രസ് സാധ്യമാകുന്നില്ല. Then second one, impact on education. Students who have access to computer and internet can acquire valuable information from internet for their education and research. Lack of access will be a barrier to studies and research. അതുപോലെ തന്നെ ആക്സസ് ഉള്ള, ഇന്റർനെറ്റ് ആക്സസ് ഉള്ള കുട്ടികൾക്ക് അവർക്ക് വിദ്യാഭ്യാസത്തിന് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും. എന്ന് വെച്ചാൽ ഇന്റർനെറ്റ് ആക്സസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആക്സസ് ഉള്ള കുട്ടികൾക്ക് ഇന്റർനെറ്റിൽ ഒരുപാട് എഡ്യൂക്കേഷൻ റിസോഴ്സസ് ഉണ്ട്. അത് വായിക്കാനും അത് കേൾക്കാനും അത് പഠിക്കാനും അവർക്ക് സാധിക്കുന്നു. വിദ്യാഭ്യാസത്തിൽ തന്നെ മുന്നിലെത്താനും മെച്ചപ്പെട്ട ജോലികൾ കണ്ടെത്താനും അവരെ അത് സഹായിക്കുന്നു. അതില്ലാത്ത ആളുകൾക്ക് ഇത്തരം അവസരങ്ങൾ കുറയുന്നു. അവർ വിദ്യാഭ്യാസത്തിൽ, റിസർച്ചിലും ഒക്കെ അവർ പിറകോട്ട് പോകാൻ അത് കാരണമാകുന്നു. Then impact on the economy. Economic growth of a country depends on digital divide. High digital divide minimizes productivity and economic growth. അതുപോലെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഇക്കണോമിക് ഡെവലപ്മെന്റ് അത് ഡിജിറ്റൽ ഡിവൈഡിനെ ആശ്രയിച്ചായിരിക്കുന്നത്. ഡിജിറ്റൽ ഡിവൈഡ് കൂടുതലുള്ള രാജ്യങ്ങളിൽ ഇക്കണോമിക് പ്രോഗ്രസ് കുറവായിരിക്കും. Next, impact on the society. It may create many issues in the society such as gender discrimination, stratification of society, etc. Digital divide സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പുരുഷന്മാർ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ അവർക്കൊരു മേധാവിത്വം ഉണ്ടാവാൻ അത് കാരണമാക്കുന്നു. സ്ട്രാറ്റിഫിക്കേഷൻ ഓഫ് സൊസൈറ്റി, സമൂഹത്തിലെ ആളുകളെ ഈ ആക്സസിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. The use of internet can lead to a better democratic setup. ഇന്റർനെറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ, അതിന് പ്രചാരം വരുമ്പോൾ ആളുകൾക്ക് കൂടുതൽ അറിയാനും കൂടുതൽ ഡെമോക്രാറ്റിക് ആയിട്ട് ജീവിക്കാനും സാധിക്കുന്നു. Then impact on culture. Technology creates both positive and negative impacts on culture. ടെക്നോളജി കൾച്ചറിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ടെക്നോളജി മൂലം കൾച്ചറിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. ദ ഡെവലപ്ഡ് കൺട്രീസ് എക്സ്പീരിയൻസ് ട്രമൻഡസ് ചേഞ്ചസ് ഇൻ ദെയർ കൾച്ചർ ബിക്കോസ് ഓഫ് ദ അഡാപ്ഷൻ ഓഫ് ടെക്നോളജി. ടെക്നോളജി ഡെവലപ്പ് ചെയ്തത് കൊണ്ട് ഡെവലപ്ഡ് കൺട്രീസിലുള്ള കൾച്ചറിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അവർ കാര്യങ്ങൾ ചെയ്യുന്നതിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്, അവർ ജോലികൾ തീർക്കുന്നതിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്, ചിന്തിക്കുന്നതിൽ, പർച്ചേസ് ചെയ്യുന്നതിൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അവരുടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ബട്ട് ദ കൾച്ചർ ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ് അൺചേഞ്ച്ഡ് ബിക്കോസ് ദേ ഡു നോട്ട് ഹാവ് ആക്സസ് ടു ടെക്നോളജി. എന്നാൽ ഡെവലപ്പിംഗ് കൺട്രീസിൽ അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ ഇത്തരം ചേഞ്ചസ് കുറവാണ്. കാരണം ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സും അവിടെ കുറവാണ്. പ്രോബ്ലംസ് ഇൻ ആക്സസിംഗ് ഇ സർവീസസ്. ഇറ്റ് ക്രിയേറ്റ്സ് പ്രോബ്ലംസ് ഇൻ ആക്സസിംഗ് ഇ സർവീസസ് സച്ച് ആസ് ഇലക്ട്രോണിക് ബാങ്കിങ്, ഇ കൊമേഴ്സ്, ഇ ഗവേണൻസ് എക്സെട്ര. സ്കില്ല് കുറവുള്ള ആളുകൾക്ക് ഇലക്ട്രോണിക് ബാങ്കിങ് സർവീസുകൾ ഉപയോഗിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ തന്നെ സർക്കാരിന്റെ ഇ ഗവേണൻസ് സർവീസുകൾ ഉപയോഗിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങാൻ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെ ഇത്തരം സർവീസുകളിൽ ഇത് ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. What are the measures to overcome digital divide? Digital divide ഒഴിവാക്കാൻ അല്ലെങ്കിൽ അത് മിനിമൈസ് ചെയ്യാൻ എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കമ്പൽസറി കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ഫ്രീ ആൻഡ് കമ്പൽസറി കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ മസ്റ്റ് ബി പ്രൊവൈഡഡ് ഫ്രം ലോവർ പ്രൈമറി ക്ലാസ്സസ്. സൗജന്യവും നിർബന്ധിതവുമായ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം അത് ഏറ്റവും ചെറിയ ക്ലാസ്സുകൾ തൊട്ട് തന്നെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കണം. Then digital literacy programs. Digital literacy programs should be initiated from the part of government, banks, social agencies, education institutions, etc. കുട്ടികൾക്ക് സ്കൂളിൽ നിന്നേ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം കിട്ടും. എന്നാൽ മുതിർന്ന ആളുകൾക്ക് ഇത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ ലിറ്ററസി പ്രോഗ്രാംസ് തുടങ്ങേണ്ടതുണ്ട്. അത് സർക്കാരുകൾ, അതേപോലെ ബാങ്കുകൾ, സോഷ്യൽ ഏജൻസികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവരെല്ലാം മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കണം. Make people understand the benefit of using technology and how to use technology. ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കാമെന്നും ടെക്നോളജി ഉപയോഗിച്ചാൽ എന്തെല്ലാം ഗുണങ്ങളുണ്ട് എന്നുള്ളതും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ അവർക്കത് ഉപയോഗിക്കാൻ തോന്നുകയുള്ളൂ. Then affordable internet to all. High speed internet facility is to be provided in all areas. എല്ലാ സ്ഥലങ്ങളിലും നല്ല സ്പീഡുള്ള 4G 5G ഇന്റർനെറ്റ് ഫെസിലിറ്റി ലഭ്യമാക്കണം. ഫ്രീ ഇന്റർനെറ്റ് മസ്റ്റ് ബി പ്രൊവൈഡഡ് ടു ദ സോഷ്യലി ആൻഡ് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് പീപ്പിൾ. അതേപോലെ തന്നെ സാമൂഹികമായിട്ട് താഴെ തട്ടിലുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് സൗജന്യമായിട്ട് ഇന്റർനെറ്റ് നൽകുവാനും സാധിക്കേണ്ടതുണ്ട്.
Next, provide access to technology. Electronic devices must be made available to the people at reasonable cost. ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ മുതലായിട്ടുള്ള ഡിവൈസുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ആളുകൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. സ്പെഷ്യൽ സ്കീംസ് ടു ബൈ ലാപ്ടോപ്പ് ആൻഡ് സ്മാർട്ട് ഫോൺ മസ്റ്റ് ബി ഇനീഷ്യേറ്റഡ് ഫോർ സ്റ്റുഡൻസ്. അതേപോലെ കുട്ടികൾക്ക് ഇത് വാങ്ങുവാനുള്ള സ്പെഷ്യൽ സ്കീംസ് അല്ലെങ്കിൽ ലോൺ സ്കീംസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്. Then help people with special needs. Special care should be given to the physically or mentally disabled people, people with lower social classes, etc. for meeting their IT needs. ശാരീരികമായും മാനസികമായും അവശത അനുഭവിക്കുന്ന ആളുകളുണ്ട്, അതേപോലെ സമൂഹത്തിന്റെ താഴെത്തട്ടിൽ ജീവിക്കുന്ന സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളുണ്ട്. ഇവരുടെ IT നീഡ്സ് മീറ്റ് ചെയ്യാനുള്ള സ്പെഷ്യൽ സ്കീംസ് കൊണ്ടുവരേണ്ടതുണ്ട്. Then digital libraries in education institutions. Digital libraries with the computer and internet must be ensured in all education institutions. എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ഡിജിറ്റൽ ലൈബ്രറികൾ വേണം. അവിടെ കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, ഫ്രീ സൗകര്യങ്ങൾ വേണം. അത് അവിടുത്തെ കുട്ടികൾക്കും പുറമെ നിന്നുള്ള ആളുകൾക്കും ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. സഫീഷ്യന്റ് നമ്പർ ഓഫ് ഇ സർവീസ് സെന്റേഴ്സ്. സഫീഷ്യന്റ് നമ്പർ ഓഫ് ഇ സർവീസ് സെന്റേഴ്സ് സച്ച് ആസ് അക്ഷയ മസ്റ്റ് ബി എൻഷുർഡ് ഇൻ ഓൾ ഏരിയാസ്. എല്ലാ സ്ഥലങ്ങളിലും ആളുകൾക്ക് ഇന്റർനെറ്റ് അതേപോലെ തന്നെയുള്ള മറ്റ് സർവീസുകൾ ആക്സസ് ചെയ്യാനുള്ള ഈ സർവീസ് സെന്ററുകൾ, അക്ഷയ പോലുള്ള സെന്ററുകൾ സ്ഥാപിക്കണം. Special concessions in service charges must be offered to the socially and economically backward people. അപ്പൊ അത്തരം സെന്ററുകളിൽ കൊടുക്കുന്ന സേവനങ്ങൾക്ക് ചാർജ് ചെയ്യുന്ന സർവീസ് ചാർജ് അത് സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് അതിൽ കൺസെഷൻസ് കൊടുക്കാനും സാധിക്കേണ്ടതുണ്ട്. Then next topic is digital natives. Who is a digital native? The term digital native is coined by Mark Prensky in 2001. ഈ ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് മാർക്ക് പ്രൻസ്കി എന്ന് പറയുന്ന ഒരാൾ 2001-ലാണ്. Then digital natives are the new generation of young people born into the digital age. ഈ ഡിജിറ്റൽ ഏജിൽ പിറന്നു വീണ പുതിയ യങ് ജനറേഷൻ പീപ്പിളിനെയാണ് നമ്മൾ ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് വിളിക്കുന്നത്. ഡിജിറ്റൽ നേറ്റീവ്സ് ആർ ടെക് സേവി പീപ്പിൾ ഇന്ററാക്ടിങ് വിത്ത് ടെക്നോളജി ഫ്രം ചൈൽഡ്ഹുഡ്. ടെക് സേവി എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഉപയോഗിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള ആളുകളെയാണ് ടെക് സേവി പീപ്പിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടെക്നോളജി ഉപയോഗിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള ആളുകളായിരിക്കും ഡിജിറ്റൽ നേറ്റീവ്സ്. ഇന്ററാക്ടിങ് വിത്ത് ടെക്നോളജി ഫ്രം ചൈൽഡ്ഹുഡ്, ചെറുപ്പം മുതലേ ടെക്നോളജി കണ്ട്, മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ ഇതൊക്കെ കണ്ട് വളരുന്ന, ഉപയോഗിച്ച് വളരുന്ന ആളുകളാണ് ഡിജിറ്റൽ നേറ്റീവ്സ്. They are very comfortable in using technology and understand that the technology is essential for success of life. അവർ ടെക്നോളജി ഉപയോഗിക്കുന്നതിൽ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. അവർക്ക് ടെക്നോളജി ഉപയോഗിക്കുന്നത് വളരെ ഈസി ആയിരിക്കും. അതേപോലെ തന്നെ ടെക്നോളജി ഉപയോഗിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യകതയാണെന്ന് മനസ്സിലാക്കുന്ന ആളുകളാണ് ഡിജിറ്റൽ നേറ്റീവ്സ്. Then types of digital natives. Digital natives നെ നമുക്ക് പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ജനറേഷൻ വൈ, ജെൻ വൈ. People who born between 1980 to 1995 is considered as first generation digital natives. അപ്പൊ ജെൻ വൈ അല്ലെങ്കിൽ ജനറേഷൻ വൈ എന്ന് വിളിക്കുന്നത് 1980-നും 1995-നും ഇടയിൽ ജനിച്ചിട്ടുള്ള ആളുകളെയാണ്. അവർ ഡിജിറ്റൽ നേറ്റീവ്സിലെ ഒരു ഫസ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള ആളുകളാണ്. Then second one, Gen Z or Generation Z, people born after 1995. 95-ന് ശേഷം ജനിച്ച ആളുകൾ ഏറ്റവും പുതിയ ജനറേഷനിലുള്ള കുട്ടികളായിട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ നേറ്റീവ്സ് ആയിട്ട് കണക്കാക്കപ്പെടുന്നു. Then avoiders, they born in digital age but not interested to digital technology. For example, digital natives who have smartphones but not using email and social networking app. അപ്പൊ അവോയ്ഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഈ പറയുന്ന ജനറേഷനിൽ ഏതെങ്കിലും ജനിച്ച ആളുകളായിരിക്കും, പക്ഷേ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുകളായിരിക്കും ഇവർ. എന്ന് വെച്ചാൽ അവർക്ക് സ്മാർട്ട് ഫോൺസ് ഉണ്ടാകും, പക്ഷേ അവർ ഇമെയിലോ ഇന്റർനെറ്റോ ഉപയോഗിക്കുന്നുണ്ടാവില്ല. അത്തരം ആളുകളെ നമുക്ക് അവോയ്ഡേഴ്സ് എന്ന് പറയാം. Then minimalist, they are born in digital age but the technology is used only for limited essential purpose. Minimalist എന്ന് പറഞ്ഞാൽ അവരും ഈ പറഞ്ഞ ഡിജിറ്റൽ ഏജിൽ ജനിച്ച ജെൻ വൈ അല്ലെങ്കിൽ ജെൻ സെഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്, പക്ഷേ അവരുടെ ഉപയോഗം വളരെ കുറവായിരിക്കും. ടെക്നോളജി അവർക്ക് ഉപയോഗിക്കാൻ അറിയാം, പക്ഷേ അവർ ടെക്നോളജി വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ടെക്നോളജി ഉപയോഗിക്കാൻ അറിയുന്ന ആളുകളാണ് മിനിമലിസ്റ്റുകൾ. Then enthusiastic participants, they are digital natives who enjoy in യൂസിങ് ഡിജിറ്റൽ ടെക്നോളജി. ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിക്കാൻ അറിയുന്ന, അത് ഉപയോഗിക്കുന്നത് എൻജോയ് ചെയ്യുന്ന, വളരെ ഈസി ആയി ഉപയോഗിക്കുന്ന ആളുകളാണ് enthusiastic participants. They are the regular users of smartphones, laptops, email, social media, e-commerce, electronic banking, etc. ഇത്തരം സർവീസുകൾ, സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഇമെയിൽ, സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ഫേസ്ബുക്ക്, ട്വിറ്റർ, അതേപോലെ തന്നെ ഇ കൊമേഴ്സ് എന്ന് വെച്ചാൽ ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങിക്കുക, ഇലക്ട്രോണിക് ബാങ്കിങ് ആയിട്ടുള്ള മൊബൈൽ ബാങ്കിങ്, ഓൺലൈൻ ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇവയെല്ലാം റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും enthusiastic participants. Let us analyze the difference between digital natives and digital immigrants.
ഡിജിറ്റൽ നേറ്റീവ്സ് ആർ പീപ്പിൾ ഹു ബോൺ ആഫ്റ്റർ 1980. 1980 ശേഷം ജനിച്ചവരാണ് ഡിജിറ്റൽ നേറ്റീവ്സ് ആയി കണക്കാക്കപ്പെടുന്നത്. ദെൻ പീപ്പിൾ ഹു ബോൺ ബിഫോർ 1980, 1980 മുമ്പ് ജനിച്ചവരെ നമുക്ക് ഡിജിറ്റൽ ഇമിഗ്രൻസ് എന്ന് വിളിക്കാം. Digital natives are categorized as Gen Y, born in between 1980 to 1995, and Gen Z, born after 1995. രണ്ട് കാറ്റഗറി ഉണ്ട്. ഒന്ന് Gen Y, അത് 80-നും 95-നും ഇടയ്ക്ക് ജനിച്ചവർ. ദെൻ Gen Z, 95-ന് ശേഷം ജനിച്ചവർ. ദെൻ കാറ്റഗറൈസ്ഡ് ആസ് ബേബി ബൂമേഴ്സ് ആൻഡ് Gen X. ഇവിടെയും രണ്ട് കാറ്റഗറി ആക്കി തിരിക്കുക. ഒന്ന് ബേബി ബൂമേഴ്സ് എന്ന് പറഞ്ഞാൽ 45-നും 65-നും ഇടയിൽ ജനിച്ചവർ. ദെൻ Gen X എന്ന് പറഞ്ഞാൽ 65-നും 80-നും ഇടയിൽ ജനിച്ചവർ. ദെൻ ചിൽഡ്രൻ ആൻഡ് യങ് പീപ്പിൾ. ഡിജിറ്റൽ നേറ്റീവ്സിലുള്ള ആളുകൾ കുട്ടികളും അതേപോലെ തന്നെ ചെറുപ്പക്കാരുമായിരിക്കും. അതേപോലെ ഡിജിറ്റൽ ഇമിഗ്രൻസ് ആർ മിഡിൽ ഏജ്ഡ് ആൻഡ് ഓൾഡ് ഏജ്ഡ് പീപ്പിൾ. ഇത് മിഡിൽ ഏജിലുള്ള അല്ലെങ്കിൽ പ്രായം ചെന്ന ആളുകളായിരിക്കും ഡിജിറ്റൽ ഇമിഗ്രൻസ്. ദെൻ ബോൺ ഇൻ ടു ഡിജിറ്റൽ ഏജ്. ഡിജിറ്റൽ നേറ്റീവ്സ് ഡിജിറ്റൽ ഏജിൽ ജനിച്ചു വളർന്നവരാണ്. ദെൻ ഡിജിറ്റൽ ഇമിഗ്രൻസ് ബോൺ ബിഫോർ ഡിജിറ്റൽ ഏജ്. ആ ഡിജിറ്റൽ ഏജിന് മുമ്പ് ജനിച്ചവരായിരിക്കും ഇവർ. ദെൻ ലേൺ ടു യൂസ് കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ ആൻഡ് ഇന്റർനെറ്റ് ഇൻ ചൈൽഡ്ഹുഡ്. ചെറുപ്പകാലത്ത് തന്നെ അല്ലെങ്കിൽ ചെറുപ്പകാലം മുതലേ കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, സ്മാർട്ട് ഫോൺ ഒക്കെ ഉപയോഗിക്കാൻ പഠിച്ചവരായിരിക്കും ഇവർ. ലേൺ ടു യൂസ് ടെക്നോളജി അറ്റ് ദെയർ അഡൽട്ട് ലൈഫ് ഓൺലി. എന്നാൽ ഇവർ മുതിർന്നതിന് ശേഷമായിരിക്കും ടെക്നോളജി ഉപയോഗിക്കാൻ പഠിച്ചിട്ടുണ്ടാവുക. ദെൻ മെജോറിറ്റി ആർ ടെക് സേവി. ഡിജിറ്റൽ നേറ്റീവ്സിൽ ബഹുഭൂരിപക്ഷവും ടെക് സേവി ആണ്. ടെക് സേവി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറും ഇന്റർനെറ്റ് പോലുള്ള ടെക്നോളജി ഉപയോഗിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള ആളുകളായിരിക്കും. ദെൻ മെജോറിറ്റി ആർ ലെഡൈറ്റ്സ്. ലെഡൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറും ടെക്നോളജിയും ഉപയോഗിക്കുന്നതിൽ വൈദഗ്ധ്യം കുറഞ്ഞ ആളുകളെ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ മടിയുള്ള ആളുകളെയാണ് നമ്മൾ ലെഡൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ ഇമിഗ്രൻസിൽ കൂടുതലും ലെഡൈറ്റ്സ് ആയിരിക്കും. ദെൻ മെജോറിറ്റി എൻജോയ് ടു യൂസ് ടെക്നോളജി. ഡിജിറ്റൽ നേറ്റീവ്സ് ടെക്നോളജി ഉപയോഗിക്കുന്നതിൽ തൽപരരായിരിക്കും, അവർ അതിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ദെൻ മെജോറിറ്റി സ്ട്രഗിൾ ടു യൂസ് ടെക്നോളജി. ഡിജിറ്റൽ ഇമിഗ്രൻസ് ആവട്ടെ ടെക്നോളജി ഉപയോഗിക്കുന്നതിൽ സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടി ടെക്നോളജി ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും കൂടുതലും. ലാസ്റ്റ് ടോപ്പിക്, ബിസിനസ് സ്ട്രാറ്റജീസ് ഫോർ ഡിജിറ്റൽ നേറ്റീവ്സ്. ഇനി ഒരു ബിസിനസിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഡിജിറ്റൽ നേറ്റീവ്സിന് വേണ്ടി എന്തെല്ലാം സ്പെഷ്യൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് ഒരു ബിസിനസ് അഡോപ്റ്റ് ചെയ്യേണ്ടത്? സാധാരണഗതിയിൽ ഡിജിറ്റൽ ഇമിഗ്രൻസിന് വേണ്ടി കൊടുക്കുന്ന എല്ലാ സ്ട്രാറ്റജീസും ഡിജിറ്റൽ നേറ്റീവ്സിനും ബാധകമാണ്. എന്നാൽ ഇവർക്ക് വേണ്ടി മാത്രം പ്രത്യേകമായിട്ട് എന്തെല്ലാം ബിസിനസ് സ്ട്രാറ്റജികളാണ് അഡോപ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷ് ദ ബ്രാൻഡ് ആൻഡ് വാല്യൂസ്. ബ്രാൻഡിന് അതേപോലെ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ് ഈ ഡിജിറ്റൽ നേറ്റീവ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഒരു ബ്രാൻഡ്, നല്ല വാല്യൂസ് കെട്ടിപ്പടുക്കാൻ ബിസിനസ് ശ്രമിക്കേണ്ടതുണ്ട്. യൂസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിക്കണം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരുപാട് വകഭേദങ്ങളുണ്ട്. കണ്ടന്റ് മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, മൊബൈൽ മാർക്കറ്റിംഗ് എന്നിങ്ങനെ. നമുക്ക് ലാസ്റ്റ് മൊഡ്യൂൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ദെൻ ട്രൈ ടു ബിൽഡ് ഗുഡ് ഓൺലൈൻ റിവ്യൂസ്. ഈ ഡിജിറ്റൽ നേറ്റീവ്സിൽ നല്ലൊരു പങ്കും ഓൺലൈനിൽ സാധനങ്ങളുടെ റിവ്യൂസ് നോക്കിയിട്ട് സാധനങ്ങൾ വാങ്ങുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഡക്റ്റിന് ഒരു മികച്ച റിവ്യൂ ഉണ്ട്, ഓൺലൈൻ റിവ്യൂ ഉണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ദെൻ എസ്റ്റാബ്ലിഷ് ബോത്ത് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ട്രേഡിംഗ്. പലരും ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങാൻ താല്പര്യം കാണിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ സാധനങ്ങൾ ഓൺലൈനിലും ഓഫ്ലൈനിലും ലഭ്യമായിരിക്കണം. ദെൻ പ്രൊവൈഡ് ഓൾ ഈ പേയ്മെന്റ് ഓപ്ഷൻസ്. പേയ്മെന്റ്സ് ഇലക്ട്രോണിക് ആയിട്ട് നൽകാൻ താല്പര്യപ്പെടുന്നവരാണ് കൂടുതലും. അതുകൊണ്ട് തന്നെ എല്ലാ പേയ്മെന്റ് ഓപ്ഷൻസും എന്ന് വെച്ചാൽ ഓൺലൈൻ ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അതേപോലെ വാലറ്റുകളായിട്ടുള്ള ജിപേ, അതേപോലെ ഫോൺ പേ, ഇത്തരം എല്ലാ പേയ്മെന്റ് ഓപ്ഷൻസും ഇവർക്ക് അവൈലബിൾ ആയിരിക്കണം. ദെൻ യൂസ് ലേറ്റസ്റ്റ് ആൻഡ് അപ്ഡേറ്റഡ് ടെക്നോളജി. ഏറ്റവും ലേറ്റസ്റ്റ് ആയ അപ്ഡേറ്റ് ആയ ടെക്നോളജിയാണ് നമ്മുടെ പ്രോഡക്റ്റിൽ അതേപോലെ തന്നെ മറ്റ് സർവീസുകളിലെല്ലാം ഉപയോഗിക്കേണ്ടത്. ദെൻ ഹൈലൈറ്റ് ഡെഡിക്കേഷൻ ടു പ്രൈവസി. ഇന്നത്തെ യങ് ജനറേഷൻ പീപ്പിൾ അവരുടെ പ്രൈവസിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അവരുടെ ഡാറ്റ ഒരിക്കലും മിസ്യൂസ് ചെയ്യപ്പെടരുത് എന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. ദെൻ പ്രാക്ടീസ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റ്. ഇവരുമായി നല്ല ബന്ധം പുലർത്തുകയും അവരുടെ ഡാറ്റാബേസ് സൂക്ഷിക്കുകയും അവർക്ക് മെസ്സേജുകൾ അയക്കുകയും അവർക്ക് ഓഫറുകൾ അയക്കുകയും അങ്ങനെ അവരുമായി ഏറ്റവും നല്ല ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. ദെൻ എൻഷുർ ഗുഡ് ആഫ്റ്റർ സെയിൽ സപ്പോർട്ട്. നല്ല ആഫ്റ്റർ സെയിൽ സപ്പോർട്ടിന് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനം ഇവർക്ക് നൽകാൻ കമ്പനിക്ക് സാധിക്കേണ്ടതുണ്ട്. These are all the business strategies especially for digital natives. Thank you.